Hello, dear students. Introducing literature second module. Second module ഷേക്സ്പിയർ ഇൻ ദ ബുഷ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഓതർ ഒരു ആഫ്രിക്കൻ കോളനിയിലേക്ക് പോകുന്നതും ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ഒരു പ്രദേശത്ത് താമസിക്കുകയും ഹാംലെറ്റ് എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ ഒരു മെയിൻ ട്രാജഡി വായിക്കുകയും ചെയ്യാണ്. ആ സമയത്ത് അദ്ദേഹം അവിടെയുള്ള ആളുകളുമായിട്ട് പരിചയപ്പെട്ടതും അവരുടെ ഡാൻസ് പെർഫോമൻസ്, മറ്റുള്ള സെറിമണീസ് ഒക്കെ അദ്ദേഹം വീക്ഷിക്കുന്നതും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ദിവസം അദ്ദേഹം ഈ ഒരു കാട്ടിലെ മൂപ്പൻ എന്ന് പറയുന്ന ഒരാളാണ്, അതൊരു ലീഡറാണ്, ഒരു ഓൾഡ് മാനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഹട്ടിലേക്ക് പോവാണ്. ആൻഡ് ദ ഓൾഡ് മാൻ ഗ്രീറ്റഡ് മീ കോഡിയലി. അദ്ദേഹം വളരെ ഹൃദയംഗമായിട്ട് എന്നെ സ്വീകരിക്കുകയുണ്ടായി. സിറ്റ് ഡൗൺ ആൻഡ് ഡ്രിങ്ക്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ ഇരുന്നിട്ട് കുടിക്കൂ. കള്ളു കുടിക്കാനാണ് പറഞ്ഞത്. ഐ അക്സെപ്റ്റഡ് എ ലാർജ് കലബാഷ് ഫുൾ ഓഫ് ബിയർ കുടിക്കുകയാണ് അദ്ദേഹം. poured some into a small drinking gourd and tossed it down. ഓക്കെ, അങ്ങനെ ആൻഡ് poured some into a small drinking gourd, ചെറിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് താഴേക്ക് ഒഴിവാക്കി. Then I poured some more into the same gourd for the man second in seniority to my host before I handed my calabash over to a young man for further distribution. ആദ്യം ഞാൻ ആ മൂപ്പന് ഒഴിച്ചു കൊടുത്തു. പിന്നീട് എനിക്ക് വേണ്ടി തന്നത് ഞാൻ കുടിക്കാതെ കുറച്ച് പുറത്തേക്ക് ഒഴിച്ചു. പിന്നീട് ആ മൂപ്പന് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു യങ് മാനെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഷുഡിൻറ്റ് ലാഡൽ ബിയർ ദംസെൽസ്. അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ സ്വന്തമായിട്ട് ഒഴിച്ച് കുടിക്കില്ല, മറ്റുള്ളവർ ഒഴിച്ചു കൊടുക്കും, നല്ല കുടിക്കുള്ളൂ. ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ദിസ്. അങ്ങനെ ഓൾഡ് മാൻ പറയാണ്, ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ദിസ്. ദ ഓൾഡ് മാൻ സെറ്റ്, looking me approvingly and plucking at the thoughts that had caught in my hair. എൻ്റെ തലയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു ചെറിയ കഷ്ണം കമ്പ് അല്ലേ, എൻ്റെ മുകളിലുള്ള തട്ടിക്കിടക്കുന്ന കമ്പ് അതെടുത്ത് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് നല്ലത് എന്ന്. യു ഷുഡ് സിറ്റ് ആൻഡ് ഡ്രിങ്ക് വിത്ത് അസ് മോർ ഓഫൺ. നിങ്ങൾ ഞങ്ങളെ കൂടെ കൂടി എന്നിട്ട് കള്ളു കുടിക്കൂ, എപ്പോഴും ഇങ്ങോട്ട് വരേണ്ടി എന്നൊക്കെ പറഞ്ഞു. Your servants tell me that when you are not with us, you sit inside your hut looking at a paper. നിങ്ങളുടെ സെർവൻസ് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു പേപ്പറിൽ നോക്കി ഇരിക്കുകയാണ് പതിവ് എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇയാൾ ഹാംലെറ്റ് എന്ന് പറയുന്ന നാടകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റവർക്ക് അറിയില്ലല്ലോ അത്. The old man was quite acquainted with 4 kinds of papers. ഈ ഓൾഡ് മാൻ ആകെ 4 തരത്തിലുള്ള പേപ്പേഴ്സ് അറിയുള്ളൂ. ഒന്ന് ടാക്സ് റെസിപ്റ്റാണ്, രണ്ടാമത്തത് ബ്രൈഡ് പ്രൈസ് റെസിപ്റ്റ്സ്, കോർട്ട് ഫീസ് റെസിപ്റ്റ് ആൻഡ് ലെറ്റേഴ്സ്. The messenger who brought him letters from the chief used them mainly as a badge of office. Okay, ഒരു മെസ്സഞ്ചർ ഉണ്ട്. ദ മെസ്സഞ്ചർ ഹു ബ്രോട്ട് ഹിം ലെറ്റേഴ്സ് ഫ്രം ദ ചീഫ് യൂസ്ഡ് ദം മെയിൻലി ആസ് എ ബാഡ്ജ് ഓഫ് ഓഫീസ്. ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്തത്. ഫോർ ഹി ഓൾവേസ് ന്യൂ വാട്ട് വാസ് ഇൻ ദം ആൻഡ് ടോൾഡ് ദ ഓൾഡ് മാൻ. എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അയാൾക്കറിയാം, ആ മെസ്സഞ്ചറിന് അറിയാമായിരുന്നു. അത് ഓൾഡ് മാനോട് പറയും. പേഴ്സണൽ ലെറ്റേഴ്സ് ഫോർ ദ ഫ്യൂ who had relatives in the government or mission stations were kept until someone went to a large market where there was a letter writer and reader. അപ്പോൾ പേഴ്സണൽ ലെറ്റേഴ്സ് വരികയാണെങ്കിൽ ചില ആളുകൾക്ക് ഹു ഹാഡ് റിലേറ്റീവ്സ് ഇൻ ദ ഗവൺമെൻറ് ഓർ മിഷൻ സ്റ്റേഷൻ, ചിലപ്പോൾ ഗവൺമെൻറ് അതുപോലെ തന്നെ മിഷൻ സ്റ്റേഷനിലൊക്കെ റിലേറ്റീവ്സ് ഉള്ള
ആളുകൾക്ക് പേഴ്സണൽ ലെറ്റേഴ്സ് വരികയാണെങ്കിൽ ദേ വർ കെപ്റ്റ് ആൻഡ് സമ്മൺ വെൻ ടു എ ലാർജ് മാർക്കറ്റ് വെർ ദർ വാസ് എ ലെറ്റർ റൈറ്റർ ആൻഡ് റീഡർ. ഒരു ലെറ്റർ റൈറ്ററും റീഡറും ഉണ്ടാവും മാർക്കറ്റിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ പോയിട്ട് അത് വാങ്ങണം, എന്നാലേ അത് വായിച്ച് ചിലപ്പം കേൾപ്പിക്കാനും പറ്റും. ചിലപ്പോൾ ഇവർ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണല്ലോ. സിൻസ് മൈ അറൈവൽ ലെറ്റേഴ്സ് വെർ ബ്രോട്ട് ടു മീ ടു ബി റെഡ്. അപ്പം ഞാൻ വന്നത് മുതൽ, സാധാരണ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവരോട് വായിപ്പിക്കലാണ്, പക്ഷെ ഞാൻ അവിടെ വന്നത് മുതൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും, എന്നിട്ട് അത് വായിപ്പിക്കും. ഓക്കെ. A few men also brought me a bride price receipts privately with the request to change the figures to a higher sum. ഓക്കെ, അതായത് ബ്രൈഡ് പ്രൈസ് റെസിപ്റ്റ് ഉണ്ട്, അവിടെ പൈസ കൊടുക്കുന്ന സംഭവമാണ് ഈ ബ്രൈഡ്സിന്. അപ്പോൾ അത് ചില ആളുകൾ, ചില പുരുഷന്മാരെൻ്റെ അടുത്ത് നിന്നിട്ട് ഈ പൈസ ഒന്ന് കൂട്ടി കാണിക്കുമെന്ന്, അതായത് പൈസ കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടി പറയും. ഐ ഫൗണ്ട് മോറൽ ആർഗ്യുമെൻറ്റ്സ് വെർ ഓഫ് നോ അവെയിൽ. പക്ഷേ അവിടെ ധാർമ്മികത പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സിൻസ് ഇൻലോസ് ആർ ഫെയർ ഗെയിം ആൻഡ് ദ ടെക്നിക്കൽ ഹസാർഡ്സ് ഓഫ് ഫോർജറി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ടു എ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർജറിയെക്കുറിച്ചിട്ടും ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ഇപ്പം പൈസ ഒക്കെ കൂട്ടി എഴുതുക എന്നുള്ളതൊക്കെ ഭയങ്കര വിഷയമാണല്ലോ. അതൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓക്കെ, എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഐ ഡിഡ് നോട്ട് വിഷ് ദം ടു തിങ്ക് മീ സില്ലി ഇനഫ് ടു ലുക്ക് അറ്റ് any papers for days on end, and I hastily explained that my paper was one of the things of long ago of my country. അപ്പോൾ ഞാൻ വെറുതെ ഒരു പേപ്പർ ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് എന്നുള്ളത് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണമെന്ന് എനിക്ക് തോന്നി അവരോട്. അപ്പം അവരോട് പറഞ്ഞു, ഞാൻ വെറും ഒരു പേപ്പറല്ല നോക്കുന്നത്, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് നോക്കുന്നത് എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ ആ ഓൾഡ് മാൻ പറഞ്ഞു, ടെൽ us. I protested that I was not a storyteller. എന്നാലും എന്നാൽ ആ കഥ ഒന്ന് പറഞ്ഞോളൂ, പഴയ കാലത്തെ കഥ അല്ലേ, എന്നാൽ ഞങ്ങൾ കേൾക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു ആ ഓൾഡ് മാൻ. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാനൊരു കഥ പറയുന്ന ആളല്ല. സ്റ്റോറി ടെല്ലിംഗ് ഈസ് എ സ്കിൽഡ് ആർട്ട് എമംഗ് ദം. പക്ഷേ അവരൊക്കെ ഭയങ്കര സ്റ്റോറി ടെല്ലേഴ്സാണ്, അവർ സ്കിൽഡ് ആർട്ടാണ്. പക്ഷേ ഞാൻ അവരെ പോലെ എക്സ്പേർട്ടായിരുന്നില്ല സ്റ്റോറി ടെല്ലിങ്ങിൽ. ദെയർ സ്റ്റാൻഡേർഡ്സ് ആർ ഹൈ ആൻഡ് ദ ഓഡിയൻസസ് ക്രിട്ടിക്കൽ. അവരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാൻഡേർഡാണ്. ദ ഓഡിയൻസ് ക്രിട്ടിക്കൽ എന്നാണ്. അതായത് ഇത് കഥ കേൾക്കുന്ന ആളുകൾ നല്ലോണം നോക്കും, എന്നിട്ട് അതിലെന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ എനിക്ക് പേടിയാകും. ആൻഡ് വോക്കൽ ഇൻ ദെയർ ക്രിറ്റിസിസം. ഐ പ്രൊട്ടസ്റ്റഡ് ഇൻ വെയിൻ. പക്ഷേ ഞാൻ കഥ പറയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവർ കഥ പറയിപ്പിക്കും. ദിസ് മോർണിംഗ് ദേ വാണ്ടഡ് ടു ഹിയർ എ സ്റ്റോറി വൈൽ ദേ ഡ്രാങ്ക്. അവർ കള്ളു കുടിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് വേണ്ടിയിരുന്നു? ഈ കഥ കേൾക്കേണ്ടിയിരുന്നു. ദേ ത്രെറ്റൻഡ് ടു ടെൽ മീ നോ മോർ സ്റ്റോറീസ് അൺടിൽ ഐ ടോൾഡ് ദം വൺ ഓഫ് മൈൻ. ഒരെണ്ണം, നിങ്ങളൊരു കഥ പറയാതെ ഇനി ഞങ്ങൾ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. ഫൈനലി ദ ഓൾഡ് മാൻ പ്രോമിസ്ഡ് ദാറ്റ് നോ വൺ വുഡ് ക്രിട്ടിസൈസ് മൈ സ്റ്റൈൽ. ലാസ്റ്റ് ഓൾഡ് മാൻ പറഞ്ഞു, ആരും നിങ്ങളുടെ ആ കഥ പറയുന്ന രീതിയെ ആരും കുറ്റം പറയില്ല എന്ന് പറഞ്ഞു. ഫോർ വി നോ യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് അവർ ലാംഗ്വേജ്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഭാഷ ഒന്നും നിങ്ങൾക്ക് അത്ര പ്രാവീണ്യമില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളാരും നിങ്ങളുടെ ആ കഥ പറച്ചിലിനെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞു. ബട്ട് പുട്ട് ഇൻ വൺ ഓഫ് ദ എൽഡേഴ്സ്, യു മസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് നീ വിവരിച്ച് തരേണ്ടി വരും. ആസ് വി ഡു വെൻ വി ടെൽ യു അവർ സ്റ്റോറീസ്. ഓക്കെ, അതായത് ഞങ്ങൾ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്ന സമയത്ത്, ഞങ്ങളുടെ കഥ പറഞ്ഞ സമയത്ത് വിവരിച്ച് തരാറില്ല, അതുപോലെ നിങ്ങൾ ആ കഥ പറയുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളോട് വിവരിച്ച് തരണം. റിയലൈസിങ് ദാറ്റ് ഹിയർ വാസ് മൈ ചാൻസ് ടു പ്രൂവ് ഹാംലെറ്റ് യൂണിവേഴ്സലി ഇൻ്റലിജിബിൾ, ഐ അഗ്രീഡ്.
ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഏത് ഹാംലെറ്റ് യൂണിവേഴ്സലായിട്ട് സാർവത്രികമായിട്ട് ബുദ്ധിമുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇദ്ദേഹം ആ കഥ പറയാൻ സമ്മതിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ദ ഓൾഡ് മാൻ ഹാൻഡഡ് മീ സം മോർ ബിയർ ടു ഹെൽപ്പ് മീ ഓൺ വിത്ത് മൈ സ്റ്റോറി ടെല്ലിങ്. ഓക്കെ, അങ്ങനെ ആ ഓൾഡ് മാന് കുറച്ചും കൂടി ആ ബിയർ എനിക്ക് ഒഴിച്ചു തന്നു. Men filled their long wooden pipes and knocked coals from the pipe to place in the pipe bowls. അങ്ങനെ ആളുകൾ ഈ അവർക്ക് പൈപ്പ് ഈ മുളൻ്റെ ഈ ഇതാണ്ടാവുക, അപ്പോൾ അതിലിങ്ങനെ ഒഴിച്ച് നിറയ്ക്കുക ഏത് കള്ള്. ആൻഡ് നോക്ക്ഡ് കോൾസ് ഫ്രം ദ ഫയർ ടു പ്ലേസ് ഇൻ ദ പൈപ്പ് ബൗൾസ്. അതുപോലെ തന്നെ അതിൽ കുറേ ഫയർ, അതായത് കോൾസ്, പിന്നെ ഈ തീക്കട്ട അതിങ്ങനെ അതിൽ നിറച്ചു കൊടുത്തു. ദെൻ പഫിങ് കണ്ടൻ്റ്ലി ദേ സാറ്റ് ബാക്ക് ടു ലിസൺ. അത് പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ബീഡി വലിക്കുന്ന മാതിരിയാണ്, സിസർ വലിക്കുന്ന മാതിരി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അതിൻ്റെ ആ പുക കിട്ടാൻ വേണ്ടിയിട്ട് ആ പൈപ്പിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇങ്ങനെ ഊതി മേലോട്ട് വലിക്കുക. ഐ ബിഗാൻ ഇൻ ദ പ്രോപ്പർ വേ സ്റ്റൈൽ. അപ്പോൾ അങ്ങനെ ഞാൻ കഥ പറയാൻ തുടങ്ങുകയാണ് പ്രോപ്പർ സ്റ്റൈൽ. നോട്ട് യെസ്റ്റർഡേ ബട്ട് ലോങ്, ഇന്നലെ ഒന്നല്ല, കുറേ കാലം മുമ്പ്. എ തിങ് ഒക്കേർഡ്, സംഭവം ഉണ്ടായി. വൺ നൈറ്റ് 3 men were keeping watch outside the homestead of the great chief. ഇത് ഹാംലെറ്റിൻ്റെ കഥയാണ് പറയുന്നത് കേട്ടോ. ഒരു രാത്രിയിൽ 3 ആളുകൾ വലിയ ഒരു ചീഫിൻ്റെ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ കാവൽ നിൽക്കുന്ന സമയത്ത് when suddenly they saw the former chief approach them. പെട്ടെന്നാണ് അവരുടെ മുമ്പത്തെ, അതായത് മരിച്ചുപോയ ചീഫ് അവരെ സമീപിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചത്. Why was he no longer their chief? ഇപ്പോൾ ആ ചീഫ് ഇപ്പോൾ അവരുടെ ചീഫ് അല്ലേ എന്ന് ഇവർ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഥ പറയുന്ന സമയത്ത് ഇവർ നല്ല നിരൂപകരാണ്, അവർ ചോദ്യം തിരിച്ചു വയ്ക്കും. അപ്പോൾ അയാൾ പറയാണ് ഹി വാസ് ഡെഡ്. ആ ചീഫ് ഇപ്പം അവരുടെ ചീഫല്ല, കാരണം അയാൾ മരിച്ചു പോയിട്ടുണ്ട്. ഹാംലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, യങ്ങർ ഹാംലെറ്റിനെ കുറിച്ചിട്ടാണ്. അയാളുടെ മകനാണ് ജൂനിയർ ഹാംലെറ്റ്. I explained. That is why they were troubled and afraid when they saw him. അതുകൊണ്ടാണ് ഈ ചീഫ്, മരിച്ചുപോയ ചീഫാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പേടി തോന്നിയത്. ഇംപോസിബിൾ ബിഗാൻ വൺ ഓഫ് ദ എൽഡേഴ്സ്. അതിൽ ഒരാൾ, ഒരു മൂപ്പൻ പറഞ്ഞത്, എന്ത് മരിച്ച ഒരാൾ തിരിച്ചു വന്ന് ഇവരെ പേടിപ്പിക്കുക, ഇംപോസിബിളാണ്. ഹാൻഡിങ് ഹിസ് പൈപ്പ് ഓൺ ടു ഹിസ് നെയ്ബർ who interrupted. Of course it wasn't. Okay, of course it wasn't the dead chief. അപ്പോൾ മറ്റാൾ പറഞ്ഞു, ഉറപ്പായിട്ടും ആ മരിച്ചു പോയ ചീഫ് അല്ല. ഇറ്റ് വാസ് an omen sent by a witch. gone. ഏതെങ്കിലും ദുർമന്ത്രവാദിനികൾ അയച്ചിട്ടുള്ള ഒരു ഇല്ലോമൻ, അതായത് ദുശകുനമായിരിക്കും എന്ന് പറയുന്നത്, അല്ലാതെ അയാളെ പ്രേതമൊന്നുമല്ല. സ്ലൈറ്റ്ലി ഷേക്കൺ. ഇപ്പോൾ ഇവർ ഭയങ്കര നിരൂപകരാണ്, പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ചൊരു പേടി തോന്നി. ഞാനിങ്ങനെ തുടർന്നു. വൺ ഓഫ് ദീസ് 3 വാസ് എ മാൻ ഹു ന്യൂ തിങ്സ്. ഇതിൽ 3 ആളിൽ, ഇപ്പോൾ 3 ആൾക്കാരാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഈ മരിച്ചുപോയ ഹാംലെറ്റിൻ്റെ പ്രേതത്തെ കണ്ടത്. അപ്പോൾ അതിൽ ആ 3 ആളുകളിൽ ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളായിരുന്നു. ദ ക്ലോസസ്റ്റ് ട്രാൻസ്ലേഷൻ ഫോർ സ്കോളർ. ഇവിടെ സ്കോളർ എന്നുള്ള വേർഡ് പറയാൻ ഇദ്ദേഹത്തിന് മടി, അതായത് സ്കോളർ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ എന്നാണല്ലോ സ്കോളറിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ ഒരാൾ സ്കോളറായിരുന്നു, ഈ 3 ആളുകളിൽ ഒരാൾ സ്കോളറായിരുന്നു, അറിവുള്ള ആളായിരുന്നു, ജ്ഞാനിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്കോളർ എന്നുള്ള വാക്കിന് പകരം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വൺ ഓഫ് ദ 3 വാസ് എ മാൻ ഹു ന്യൂ തിങ്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഓൾസോ മെൻറ്റ് വിച്ച്. പക്ഷേ
ഞാൻ പറഞ്ഞെന്താ, എ മാൻ ഹു ന്യൂ തിങ്സ് എന്നുള്ളതിൻ്റെ മറ്റൊരു അർത്ഥമുണ്ട്. എന്താണ്? വിച്ച് എന്നുള്ള അർത്ഥം ഉണ്ടായിരുന്നു. ദ സെക്കൻഡ് എൽഡർ ലുക്ക്ഡ് ട്രയംഫൻ്റ്ലി അറ്റ് ദ ഫസ്റ്റ്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ ആളെ ഒന്ന് വിജയശ്രീ ലാളിതനായിക്കൊണ്ട് നോക്കി. എന്താ കാരണം? അയാൾ പറഞ്ഞിരുന്നു, അത് ഏതെങ്കിലും വിച്ച് അയച്ചതായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അത് ഗോസ്റ്റ് ഒന്നും ആയില്ല, ഏതെങ്കിലും ദുർമന്ത്രവാദിനികൾ അയച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ ദുർമന്ത്രവാദിനി എന്നുള്ള അർത്ഥം വരുന്ന ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു, എ മാൻ ഹു ന്യൂ തിങ്സ് എന്നുള്ളത്. അപ്പം മറ്റാൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള രൂപത്തിൽ മറ്റാളൊന്ന് നോക്കി. സോ ഹീ സ്പോക്ക് ടു ദ ഡെഡ് ചീഫ് സെയിങ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഹീ സ്പോക്ക് ടു ദ ഡെഡ് ചീഫ്. മരിച്ചുപോയ ചീഫിനോട് സംസാരിച്ചു. പറഞ്ഞു എന്ത്? ടെൽ us വാട്ട് വി മസ്റ്റ് ഡു സോ യു മേ റെസ്റ്റ് ഇൻ യുവർ ഗ്രേവ്. അപ്പം അതിലൊരാൾ ഇവരോട് ചോദിക്കുകയാണ്, എന്ത്? ആ പ്രേതത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ കല്ലറയിൽ, ശവക്കല്ലറയിൽ കിടക്കാതെ പുറത്തിറങ്ങി നടക്കുന്നത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ശവക്കല്ലറയിൽ തന്നെ കിടന്നുറങ്ങാൻ. ബട്ട് ദ ഡെഡ് ചീഫ് ഡിഡ് നോട്ട് ആൻസർ. പക്ഷേ ആ മരിച്ചുപോയ ആ ചീഫ്, അതായത് ആ പ്രേതം ഒന്നും പറഞ്ഞില്ല. ഹി വാനിഷ്ഡ് ആൻഡ് ദേ കുഡ് സീ ഹിം നോ മോർ. അങ്ങനെ അയാൾ, ഹൊറേഷ്യോ ആണ് കേട്ടോ സംഭവം, അങ്ങനെ അയാൾ മറഞ്ഞുപോയി. അയാളൊന്നും പറഞ്ഞില്ല. അവർക്ക് പിന്നെ അയാളെ കാണാനും പറ്റിയില്ല. ദെൻ ദ മാൻ ഹു ന്യൂ തിങ്സ്, ഹിസ് നെയിം വാസ് ഹൊറേഷ്യോ. അതാണ് ജ്ഞാനി, സ്കോളർ എന്നുള്ളത് ഇതിൽ ഹൊറേഷ്യോ ആണ്. അപ്പോൾ അങ്ങനെ ഹൊറേഷ്യോ പറയാണ്, സെഡ് ദിസ് ഇവൻറ്റ് വാസ് ദ അഫെയർ ഓഫ് ദ ഡെഡ് ചീഫ് സൺ ഹാംലെറ്റ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആ ചീഫിൻ്റെ മകനുമായിട്ടുള്ള ഒരു അഫെയറാണ്. അതായത് അദ്ദേഹവുമായിട്ടാണ് ഈ ഒരു പ്രശ്നം. അതായത് ഹാംലെറ്റിനോടായിരിക്കും ഈ ഡെഡ് ചീഫിന് പറയാനുണ്ടാവുക. അതായത് മകൻ ഹാംലെറ്റ്, അതായത് യങ്ങർ ഹാംലെറ്റ്. മരിച്ചുപോയത് എൽഡർ ഹാംലെറ്റാണ്, ഹാംലെറ്റിൻ്റെ അച്ഛൻ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് യങ്ങർ ഹാംലെറ്റാണ്, ഹാംലെറ്റിൻ്റെ മകൻ. ഓക്കെ, യെസ്, എൽഡർ ഹാംലെറ്റിൻ്റെ മകൻ. അപ്പം അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അയാളുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹി വാനിഷ്ഡ് ആൻഡ് ദേ കുഡ് സീ ഹിം നോ മോർ. ദെൻ ദ മാൻ ഹു ന്യൂ തിങ്സ്, ഹിസ് നെയിം വാസ് ഹൊറേഷ്യോ, said this event was the affair of the dead chief's son Hamlet. There was a general shaking of heads round the circle. അപ്പം അങ്ങനെ ഇവരിങ്ങനെ വട്ടത്തിലിങ്ങനെ ഇരിക്കുകയായിരിക്കും കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. ഹാഡ് ദ ഡെഡ് ചീഫ് നോ ലിവിങ് ബ്രദേഴ്സ്. അപ്പോൾ അവിടെ ചോദിക്കുകയാണ്, ഇയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരിങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഭയങ്കര സ്റ്റോറി ടെല്ലേഴ്സാണ്. ഹാഡ് ദ ഡെഡ് ചീഫ് നോ ലിവിങ് ബ്രദേഴ്സ്. ഈ മരിച്ചു പോയ ചീഫിന് സഹോദരങ്ങളൊന്നുമില്ലേ? ഓർ വാസ് ദിസ് സൺ ദ ചീഫ്, അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആളുടെ മകൻ ആയ ഹാംലെറ്റാണോ ഇപ്പോൾ ചീഫ് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇയാൾ മറുപടി പറയാണ്, നോ ഐ റിപ്ലൈഡ്. പറഞ്ഞു, അല്ല, അങ്ങനെയല്ല. ദാറ്റ് ഈസ് ഹി ഹാഡ് വൺ ലിവിങ് ബ്രദർ. ഹി ഹാഡ് വൺ ലിവിങ് ബ്രദർ. ഓക്കെ, who became the chief when the elder brother died. പക്ഷേ ഒരൊറ്റ സഹോദരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ക്ലോഡിയസ് എന്നാണ്. അപ്പോൾ അയാളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, അതായത് എൽഡർ ഹാംലെറ്റ് മരിച്ച സമയത്ത് പിന്നീട് ചീഫാവുന്നത് ആരാണ്? ക്ലോഡിയസ് ആണ്. ദ ഓൾഡ് മാൻ then muttered. അങ്ങനെ ഓൾഡ് മാൻ അങ്ങനെ പിറുപിറുത്തു. Such omens were matters for chiefs and elders, not for youngsters. No good could come of going behind a chief's back. ആ ചീഫിൻ്റെ പിറകിൽ ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ പരസ്പരം പറയാണ് കേട്ടോ. ഓൾഡ് മാൻ പറയാം, നോ ഗുഡ് കുഡ്
could come of going behind a chief back. Clearly, Horatio was not a man who knew things. ഏയ് ഹൊറേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും അറിവുള്ള ആളൊന്നും അല്ല. അങ്ങനെ ആ മകൻ്റെ പിറകെ പോയിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. യെസ് ഹി വാസ്, ഐ ഇൻസിസ്റ്റഡ്. പക്ഷേ ഞാൻ പറഞ്ഞു അല്ലല്ല, അയാൾക്ക് നല്ല ജ്ഞാനമുള്ള ആളാണ്. ഹൊറേഷ്യോ ഭയങ്കര ജ്ഞാനിയാണ്. ഹി വാസ് ഷൂയിങ് എ ചിക്കൻ അവേ ഫ്രം മൈ ബിയർ. എൻ്റെ ബിയർ ഞാൻ കള്ളു കുടിക്കുകയാണല്ലോ, ആ കള്ളു കുടിക്കുന്ന അവിടേക്ക് ഒരു കോഴി വരികയാണ്. അപ്പോൾ കോഴിനെ അങ്ങനെ ആട്ടിക്കൊണ്ട് അങ്ങനെയല്ല, അയാൾക്ക് നല്ല ജ്ഞാനിയായിരുന്നു എന്ന് പറയും. ഇൻ അവർ കൺട്രി ദ സൺ ഈസ് നെക്സ്റ്റ് ടു ദ ഫാദർ. ഞങ്ങളുടെ രാജ്യത്ത് മകനാണ്, അച്ഛൻ മരിച്ചാൽ മകനാണ് അധികാരം കിട്ടുക എന്ന് പറഞ്ഞു. The dead chief's younger brother had become the great chief. ഏതായാലും വേണ്ടില്ല, ഇപ്പോഴത്തെ ചീഫ് ആരാണ്? ശരിക്ക് മരിച്ചുപോയ ചീഫിൻ്റെ യങ്ങർ ബ്രദറാണ്, അതായത് ക്ലോഡിയസ്. He had also married his elder brother's widow only about a month after the funeral. ആ സഹോദരൻ മരിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ സഹോദരൻ്റെ ഭാര്യയെ, അതായത് ഈ ഹാംലെറ്റിൻ്റെ അമ്മയെ ഇയാൾ കല്യാണം കഴിച്ചും ചെയ്തു. വലിയ പാതകമാണ്. ശരിക്കും ഇത് കൊന്നത് ഈ ക്ലോഡിയസ് തന്നെയാണ്, പിന്നീട് മനസ്സിലാവും. അതായത് സ്വന്തം സഹോദരനെ കൊന്നത് ക്ലോഡിയസ് തന്നെയാണ്. സഹോദരനെ കൊന്നു എന്ന് മാത്രമല്ല, അയാളുടെ ഭാര്യയെ ആ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് ഒരു മാസമായിട്ടില്ല, അപ്പോൾ അതിനും കല്യാണം കഴിച്ചു. He did well. The old man became beamed and announced to the others. അതിൽ ആ ഓൾഡ് മാൻ പറഞ്ഞു, അയാൾ നല്ല കാര്യമല്ലേ ചെയ്തത്, ഇയാളാണ് കൊന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഇയാൾ പറഞ്ഞത്, ഓൾഡ് മാൻ പറയാണ്, അയാൾ നല്ല കാര്യമല്ലേ ചെയ്തത്, സഹോദരൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്നല്ലേ ഉള്ളൂ, അപ്പോൾ അനാഥയാക്കിയില്ലല്ലോ. I told you that if we knew more about Europeans, we would find they really were very like us. അപ്പോൾ അയാൾ മറ്റൊരാൾ പറയാം, അതായത് നമ്മുടെ യൂറോപ്യന്മാരെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ പോലെ തന്നെയാണ് അവർ എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മളെപ്പോലുള്ള ഒരുപാട് ക്വാളിറ്റീസ് അവർക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇൻ അവർ കൺട്രി ഓൾസോ, ഹി ആഡഡ് ടു മീ, ഞങ്ങളുടെ രാജ്യത്തും. The younger brother marries the elder brother's widow and becomes the father of his children. അതായത് സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനിയൻ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് ആ ജ്യേഷ്ഠൻ്റെ കുട്ടികളുടെ അച്ഛനായിട്ട് അനിയൻ മാറുകയാണ്. അനിയനാണ് പിന്നെ ജ്യേഷ്ഠൻ്റെ കുട്ടികളുടെ അച്ഛൻ. ആൻഡ് ബിക്കംസ് ദ ഫാദർ ഓഫ് ഹിസ് ചിൽഡ്രൻ. Now, if your uncle who marries your widowed mother is your father's full brother. Now, if your uncle who married your widowed mother is your father's full brother. അപ്പോൾ അങ്ങനെ ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ സഹോദരന് ശരിക്ക് അച്ഛൻ്റെ യഥാർത്ഥത്തിലുള്ള പൂർണ്ണമായ സഹോദരനായിട്ട് മാറും. Then he will be a real father to you. ഓക്കെ, ഈ അച്ഛൻ്റെ സഹോദരൻ്റെ മക്കൾക്ക് യഥാർത്ഥത്തിലുള്ള അച്ഛനായിട്ടും മാറുന്നു. ഡിഡ് ഹാംലെറ്റ്സ് ഫാദർ ആൻഡ് അങ്കിൾ ഹാവ് വൺ മദർ? അതായത് ഹാംലെറ്റിൻ്റെ അച്ഛനും അച്ഛൻ്റെ സഹോദരനും ഓക്കെ ഒരേ അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരേ അമ്മയിൽ പിറന്ന കുട്ടികളല്ലേ ഹാംലെറ്റിൻ്റെ അച്ഛനും അച്ഛൻ്റെ സഹോദരനും? ഹിസ് ക്വസ്റ്റ്യൻ ബെയർലി പെനിട്രേറ്റഡ് മൈ മൈൻഡ്. ആണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു ചോദ്യം. ഞാനത് അങ്ങനെ ചിന്തിച്ചില്ല. I was too upset and thrown too far off balance by having one of the